20-ാം കുന്നിലെ ചിരപ്രസിദ്ധമാകുന്ന ഹരിപ്പാട്ട് നാട്ടിലെ ആളൊരുത്തനായ ഗജവീരൻ ഗജകേസരി ഹരിപ്പാട് അപ്പുവിനും സാരഥിമാർഗം വടക്കുംനാഥൻ ആനയൂരിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ആവോളം ആവേശത്തിന്റെ പൂരം പെരുമണയുന്ന വടക്കുംനാഥന്റെ ഭൂമിയിലേക്ക് ഭഗവാന്റെ തിരുപ്രസാദം ഭുജിക്കുവാൻ കടന്നു വരികയാണ് വേറിട്ടൊരാലച്ചന്തം. ഉത്തര മലയാളത്തിന്റെ ഉത്സവ ഭൂമികൾക്ക് ചിരപരിചിതനായ ആനച്ചന്തം ഗജകേസരി അയ്യപ്പത്ത് ബാലകൃഷ്ണനും വന്നു ചേരുകയാണ്. സ്ഥാനം നൽകുന്ന തൃശ്ശൂർ പേരൂരിന്റെ മണ്ണിൽ പതിവായ ആനയൂട്ട് കൂടുവാൻ വന്നു ചേരുന്നത് ഗജകേസരി ഹരിപ്പാട് അപ്പുവിനും സാരഥിമാർഗം വടക്കുംനാഥന്റെ മണ്ണിലേക്ക് സ്വാഗതം. അതെ, ആഘോഷങ്ങൾ അവസാനിക്കാത്ത തൃശ്ശൂരിന്റെ മണ്ണിൽ ആനച്ചന്തങ്ങൾ അരങ്ങുപാടുന്ന നേരത്തെ ആരവങ്ങൾ സ്വീകരിച്ച് കടന്നു വരികയാണ് ബാലകൃഷ്ണനും. പുത്തൂരിന്റെ ഗജപ്പെരുമയിൽ നിന്നും അയ്യപ്പത്തെ ആനത്തറയിലേക്ക് ആഭ്യന്തമോടെ കടന്നു ചെന്നവൻ നടവച്ച മണ്ണിലെല്ലാം അഴകിന്റെ സിന്ദൂര ശോഭ പകർന്ന മികവിന്റെ ഗജരൂപം ഗജകേസരി അയ്യപ്പത്ത് ബാലകൃഷ്ണനും സാരഥിമാർഗം അഴകിന്റെ ചന്തങ്ങൾ. ഈ വർഷത്തെ വടക്കുനാഥൻ ആനയോട് കൂടുവാൻ ആദ്യമായി പദം വെച്ച് വരുന്ന ഒരു പിടിയാനച്ചന്തം. പുത്തൻ പുതിയ ആവേശങ്ങൾ എത്തിനിൽക്കുന്ന നേരത്ത് സൗന്ദര്യ താരമായി മാറുവാനിത അഴകിന്റെ പിടിയാനച്ചന്തമായി കടന്നു വരുന്നവൻ കാലത്തിന്റെ ഇടനാഴിയിൽ മാറ്റത്തിന്റെ പഠനത്തിന് ഒഴുകിയ ഗജവസന്തം ഗജറാണി കിഴക്കേടത്ത് വന്ന ദേവി ശ്രീ പാർവതി. ജീവിത വഴികളിൽ പ്രതിസന്ധിയുടെ നിഴൽ വീണപ്പോൾ വടക്കുംനാഥന്റെ കൃപ കൊണ്ട് ജീവിതം തിരികെ പിടിച്ചവൻ. കാലത്തിന്റെ മുന്നിൽ കരുത്തു പിടിച്ചുകൊണ്ട് തിരികെ വന്നപ്പോൾ ഗജലോകം ഇരുകയും നീട്ടി സ്വീകരിച്ച വിസ്മയം. തൃശ്ശൂരിന്റെ മണ്ണിൽ വന്നെത്തിയ വർഷം മുതൽ വടക്കുംനാഥൻ ആനയൂട്ടിന്റെ നിറസാന്നിധ്യം വേറിട്ട വിസ്മയങ്ങളെ നെഞ്ചോട് ചേർന്ന് തൃശ്ശൂരിന്റെ മണ്ണിൽ ഇത്തവണയും എഴുന്നള്ളി നിൽക്കുവാൻ വന്നെത്തുകയാണവൾ ഗജറാണി കിഴക്കേടത്ത് മന ദേവി ശ്രീ പാർവതി. മധുരപ്പുറംകാരന്റെ വരവ് അത് ഗജമനസ്സുകൾ കൊതിക്കുന്ന സ്വഭാവ സവിശേഷതകളുടെ ഉടയവനായി കടന്നു വരുന്നു. ഉത്സവ കേരളത്തിന്റെ മിന്നുകാരം കളഭകേസരി മധുരപ്പുറം കണ്ണൻ. മലയാള മണ്ണിന്റെ മടിത്തട്ടിലേക്ക് വെള്ളിമൺ ഗ്രൂപ്പിന്റെ കയ്യിൽ പിടിച്ച് കടന്നു വന്ന വേറിട്ട വിസ്മയം. തികഞ്ഞ ശാന്തത കൊണ്ടു തന്നെ വന്ന നാടുകളിൽ ആരാധന മനം കീഴടക്കി അങ്കമാലിയുടെ മടിത്തട്ടിലേക്ക് വന്നു കയറിയവൻ. പൂർണ്ണതകൾ വരമായി വന്നു ചേർന്നപ്പോൾ പൂർണ്ണ ത്രയീശന്റെ ഉത്സവമടക്കം എണ്ണം പറഞ്ഞ വേദികളിൽ നിറസാന്നിധ്യമായവൻ. ശാന്തതയ്ക്കും യോഗ്യതയ്ക്കും കിട്ടിയ അംഗീകാരം പോലെ തിരുവൈക്കത്തഷ്ടമി നയിക്കുവാൻ നിയോഗം കിട്ടിയ ഗജരാജൻ. ഉഗ്രനാരായണന്മാരുടെ പീഠവും എളങ്കുന്നപ്പുഴ തേവരുടെ ശ്രീവേലി മസ്തകവുമായി തിളങ്ങിയ മധ്യ കേരളത്തിന്റെ സ്വന്തം കണ്ണൻ വന്നു ചേരുന്നു. കളഭകേസരി മധുരപ്പുറം കണ്ണൻ. മഹിമകളുടെ സിംഹാസനത്തിൽ മാറ്റങ്ങളില്ലാതെ കിരീടം കൂടി വാഴുന്ന മധുരപ്പുറത്തിന്റെ കൊമ്പൻ ഗജഗണങ്ങളുടെ ക്ഷേമ ഐശ്വര്യത്തിനായി നടത്തുന്ന വിശ്വപ്രസിദ്ധമാകുന്ന വടക്കുംനാഥൻ ആനയൂട്ട് കൂടുവാൻ മധുരപ്പുറം കണ്ണനും സാരഥിമാർഗം 1000 സ്വാഗതം, സുസ്വാഗതം.
ആനയൂട്ടിന്റെ ആവേശം ജനമനസ്സുകളിൽ നിറയുന്ന നേരത്തിതാ തിരുവമ്പാടിയുടെ പെൺതിലകം കടന്നു വരികയാണ്. അതെ, തൃശ്ശിവ പേരൂരിന്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ഏക പെൺതരിയുടെ വരവ് ഗജറാണി തിരുവമ്പാടി ലക്ഷ്മി. ആനയിൽ പ്രിയമുള്ളവരായ തിരുവമ്പാടി കണ്ണനും അമ്മ ഭഗവതിക്കും നിത്യനിദാനമായി പ്രേരിയെടുത്ത നാടൻ സൗന്ദര്യം. നാട്ടാന കേരളത്തിന്റെ നെടുനായകത്വം വഹിച്ച തിരുവമ്പാടി ശിവസുന്ദരനോടൊപ്പം തേക്കിൻ കാട്ടിൽ കളിച്ചു വളർന്നവൻ. പൂരനായകന്മാരുടെ സോദര സ്ഥാനം അലങ്കരിക്കുവാൻ നിയോഗം കിട്ടിയ അപൂർവ ജന്മം. അതെ, ആഘോഷമഹിമയുടെ നായകത്വം വഹിക്കുവാൻ ഇത്തവണയും തന്റെ സൗന്ദര്യ പെരുമയൊരുക്കി മിനിക്ക് വന്നെത്തുകയാണവൾ ഗജറാണി തിരുവമ്പാടി ലക്ഷ്മി. തിരുവമ്പാടിയുടെ നാമം വടക്കുംനാഥന്റെ ആനയൂട്ടിലും പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് അവതരിക്കുന്നു തിരുവമ്പാടി ലക്ഷ്മി. ലക്ഷ്മിക്കും സാരഥിമാർഗം വടക്കുംനാഥന്റെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. പുന്നത്തൂർ കോട്ടയുടെ മണ്ണിൽ നിന്ന് വഴി വടക്കുംനാഥന്റെ ആനയൂട്ടിലേക്ക് കണ്ണന്റെ പെണ്ണോമല കടന്നു വരികയായി. കണ്ണന്റെ ഇഷ്ടം കണ്ടറിഞ്ഞ് വളർന്ന് ഗുരുവായൂരിന്റെ കീർത്തി തന്നോട് ചേർന്നവൻ ശ്രീ ഗുരുവായൂരപ്പന്റെ ഗോകുൽ നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം ഗോകുൽ. തലയുടത്തിന്റെ വല്യേട്ടന്മാർ വിലസുന്ന ഗുരുവായൂരപ്പന്റെ ഗജനരിയിലേക്ക് 1994 2 വയസ്സിന്റെ ബാല്യവുമായി കടന്നു വന്നവൻ കൊച്ചിയിലെ രഘുനാഥ് എന്ന ഭക്തന്റെ വഴിപാടായി വന്ന പിന്നീടുള്ള കാലം ചിട്ടകളും ചിട്ടഭട്ടങ്ങളും തെളിയിച്ച ധീരയുവത്വം. ഇതാ തന്റെ അഴകിന്റെ ആവനാഴിയിൽ യുവത്വത്തിന്റെ ഭാഗ്യപാഠങ്ങളും ചൂടി അവതരിക്കുന്നു ഗോകുൽ. മള്ളിയൂർ ഗണപതിയുടെ മണ്ണിൽ വന്നെത്തി മാതംഗ സ്നേഹികളുടെ മനം കവർന്നവൻ. ഏറ്റുമാനൂർ ദേവരെ തൊഴുതു വണങ്ങി തിരുവിതാംകൂറിലേക്ക് പലകുറി വന്നവൻ. ആവോളം ആവേശം ആർത്തിരമ്പുന്ന തിരുനക്കരയിൽ ജനസാഗരത്തെ പേടിക്കരിപ്പിച്ചവൻ. ഗോപാല ബാലകനായ കണ്ണന്റെ കണ്ണിലുണ്ണിയായ ഗോകുൽ. ഗജകുലമക്രം ഗുരുവായൂർ ദേവസ്വം ഗോകുലിനും സാരഥിമാർഗം ഏറ്റവും വലിയ ആനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ഒരു വടക്കുംനാഥനാണ് പരിഗ നിൽക്കുമ്പോഴാ തെക്കിന്റെ മറ്റൊരു രാജകുമാരൻ വന്നു ചേരുകയാണ്. ആനകളിൽ അഴകേകുന്ന വീരന്മാർ പിറന്ന മണ്ണിൽ നിന്നും ആന കേരളത്തിന്റെ തെക്കൻ തട്ടകം ഭരിക്കാൻ പിറവികൊണ്ടവൻ. ഒട്ടും മടിക്കാതെ നെഞ്ചോട് ചേർത്ത മീനാട് സിന്ധുമോൾ ഗ്രൂപ്പിന്റെ കുട്ടിയാണ് യുവരാജകുമാരൻ മീനാട് കേശു. ആരവങ്ങൾ അനവധിയുണരുന്ന തെക്കൻ കേരളത്തിൽ ആഘോഷങ്ങളുടെ നിറസാന്നിധ്യമായി വാഴുന്നത്. ഭാവിയുടെ ആവേശം പരകോടിയിൽ എത്തിക്കുവാൻ ഇന്നേ കച്ചമുറുക്കി ഒരുങ്ങുന്നവൻ. കാലം കടക്കും തോറും കീർത്തിയും കൂടെ കൂട്ടി കരിവീര കേരളത്തിന്റെ അഭിമാനമാകുവാൻ ഒരുങ്ങുന്ന യുവതേരാളിയാണിത്. തെക്കും വടക്കും ഒരുങ്ങുന്ന പൂരപ്പെരുമകളിൽ തന്റെ പേരും എഴുതി ചേർക്കാമെന്ന് തെളിയിക്കുവാൻ കടന്നു വരികയാണവൻ. ദക്ഷിണ മലയാളത്തിന്റെ വീരപ്രതാപി മീനാട് വിനായകന്റെ സോദരന്റെ വരവ് യുവരാജകുമാരൻ മീനാട് കേശുവിനും സാരഥിമാർഗം വടക്കുംനാഥനാനയൂട്ടിലേക്ക് സ്വാഗതം. ഗജഗണങ്ങൾ അണിനിരന്ന ആവേശം നിറയ്ക്കുന്ന വടക്കുംനാഥ ഭൂമിയിലേക്ക് ഇനിയിതാ അക്ഷരനഗരിയുടെ എണ്ണം പറഞ്ഞൊരു വില്ലാളി വീരന്റെ വരവൊരുങ്ങുന്നു. താരനായകന്മാരും വീരാധിവീരന്മാരും വന്നു നിന്ന് താവഴിച്ച
സേനയും കൂടി പാപ്പാലപ്പറമ്പിൽ നിന്നും വന്നെത്തുന്നു. ആന കേരളത്തിന്റെ യുദ്ധകുല സേനാനി ഒരേയൊരു ആരണ്യ പ്രജാപതി മാതംഗ മാണിക്യം പുതുപ്പള്ളി സാധു. അതെ, ജന്മം കൊണ്ടത് തന്നെ മലയാളക്കരയുടെ മഹാപ്രതാപിയാകുവാനെന്ന് അടിവരയിട്ട് തെളിയിച്ചവൻ. ചുവടുവെച്ച മണ്ണിലെല്ലാം ചരിത്ര നിയോഗങ്ങൾ കാത്തിരുന്ന സൗന്ദര്യ ശ്രീമാൻ. പുതുമകൾ കൂടി ഏതു മണ്ണിലും അവതരിക്കുമ്പോൾ ആരാധകരുടെ മനം നിറച്ച് മടങ്ങി ശീലിച്ചവൻ. സാധു എന്ന നാമം കൊണ്ടും സാധാരണയിൽ കവിഞ്ഞ ശാരീരിക മഹിമ കൊണ്ടും മലയാള പൂരഭൂമികളിൽ പുതുമ നിറച്ച ചക്രവർത്തി. ഇവൻ പൂരങ്ങളുടെ പൂരത്തിലെ തിരുവമ്പാട് വിഭാഗത്തിന്റെ ഇടത്തെ കൂട്ടാന പതിവായി വടക്കുംനാഥൻ ആനയൂട്ടിന് വന്ന് പ്രൗഢി കാണിക്കുന്നവൻ. ആന കേരളത്തിന് ആനക്കോട്ടയം നൽകിയ കരുത്തുറ്റ വാഗ്ദാനം ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു. ചുവടുവച്ച മണ്ണിലെല്ലാം ചരിത്ര നിയോഗങ്ങൾ കാത്തിരുന്ന സൗന്ദര്യ ശ്രീമാൻ. പുതുമകൾ കൂടി ഏതു മണ്ണിലും അവതരിക്കുമ്പോൾ ആരാധകരുടെ മനം നിറച്ച് മടങ്ങി ശീലിച്ചവൻ. പേരുകേട്ട കൊമ്പന്മാരെ മലയാളക്കരയ്ക്ക് സമ്മാനിച്ച പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിലെ പാലകാപ്യ പ്രമാണിക്ക് പൂരങ്ങളുടെ പൂരം പൊടിയുന്ന ശക്തന്റെ തട്ടകത്തിലേക്ക് സ്വാഗതം. ശതകോടി സ്വാഗതം, സുസ്വാഗതം. ഹോമാന്തരീക്ഷവും വേദമന്ത്രോച്ചാരണങ്ങളും പുണ്യപൂരിതമാകുന്ന വടക്കുംനാഥന്റെ സന്നിധിയിലേക്ക് വിനീത കൊട്ടിയൂർ പെരുമാളിന്റെ അനുഗ്രഹവും നേടി ഒരു കൊമ്പനാന വന്നു ചേർന്നിരിക്കുന്നു. വൈശാഖമാസത്തിന്റെ പുണ്യസുഹൃതത്തിൽ കൊട്ടിയൂർ പെരുമാളിനെ ശിരസിൽ പീഠം തീർത്തവനാണിവൻ. തെക്കിന്റെ അഭിമാനമായി വടക്കൻ കേരളം നിറഞ്ഞാടിയവൻ. ഗജരാജകേസരി പുത്തൻകുളം മോളി നിവാസ് ആമ്പാടി മഹാദേവൻ. വരികയാണ് പുതുപ്പള്ളി പാപ്പാലപ്പുറം അച്ചായന്റെ കയ്യം പിടിച്ചുകൊണ്ട് മലയാള മണ്ണിന്റെ മടിത്തട്ടിൽ കാലുകുത്തിയ വിസ്മയം. കാലും കോലും തെളിഞ്ഞ നാൾ മുതൽ ആവേശത്തിന്റെ ഗതിരൂപം പകർന്നെഴുന്നള്ളി ശീലിച്ചത്. പുതുപ്പള്ളിയുടെ മഹാദേവനായി വാണ നാണയം വടക്കുംനാഥൻ ആനയൂട്ടിന് സ്ഥിര സാന്നിധ്യമായിട്ടുള്ളവൻ. ശങ്കര നടനത്തിന്റെ ദക്ഷയാഗ ഭൂമിയിൽ ഒരു വൈശാഖമാസം കാലം ഭഗവാന് സേവ ചെയ്ത പുണ്യവുമായി വന്നു ചേരുകയാണ് ഗജരാജകേസരി പുത്തൻകുളം മോളി നിവാസ് ആമ്പാടി മഹാദേവ. നിനക്കൊരായിരം സ്വാഗതം. പുത്തൻകുളത്തിന്റെ മണ്ണിൽ നിന്നും മലയാളക്കരയുടെ അഭിമാനമായി മാറിയ സൗന്ദര്യ ശ്രീമാൻ. പുത്തൻകുളം മോളി നിവാസ് ആമ്പാടി മാധവൻകുട്ടി. ചെറുമഴയുടെ അകമ്പടിയിൽ പുതിയ ഹൃദയങ്ങളിലേക്ക് ചില പ്രതിഷ്ഠ നേടുവാൻ വന്നു ചേർന്നിരിക്കുകയാണ് അവനും. തന്റേതായ വേദികളിൽ തിളക്കമുള്ള ചരിത്രങ്ങൾ രചിച്ചു തുടങ്ങുന്നവൻ. എന്നും ഒരു പിടി വീരന്മാർ ആരവമോടെ നിറഞ്ഞു നിൽക്കുന്ന പുത്തൻകുളം മണ്ണിലെ വേറിട്ട ഗജരാജൻ. സൗമ്യത കൊണ്ടും ശാരീരിക വരുമ കൊണ്ടും ആരാധകരുടെ മനം നിറയ്ക്കുന്ന മാധവൻകുട്ടി. പുത്തൻകുളം മോളി നിവാസ് ആമ്പാടി മാധവൻകുട്ടിക്കും സാരഥിമാർഗം വടക്കുംനാഥന്റെ മണ്ണിലേക്ക് വിശ്വപ്രസിദ്ധമാകുന്ന വല്യൂട്ടിലേക്ക് സ്വാഗതം. ഒരു പാമ്പാടിക്കാരൻ കടന്നു വരുന്നു. അതെ, പെരുമാളിന് സോദരനായി പാമ്പാടിയിൽ വാഴുന്ന രണ്ടാമൻ. ഗന്ധർവരാജന്റെ സൗന്ദര്യത്തിനോടൊപ്പം ഗണ്യമായ സാഹോദര്യത്തിന്റെ മഹിമ നിറയ്ക്കുന്നവൻ. ത്രിലോക കേസരി
പാമ്പാടി സുന്ദരൻ. ഇതാ ശ്രീ വടക്കുംനാഥന്റെ ഗോപുരവാതിൽ കടക്കുവാൻ അഴകിന്റെ ആവലാളിയെത്തി അവതരിക്കുന്നു പാമ്പാടിക്കറിയുടെ രണ്ടാമൻ. പ്രൗഢഗംഭീരമാകുന്ന മഹോത്സവങ്ങൾക്ക് പകിട്ടിന്റെ വർണ്ണാഭ പകരുവാൻ പിറവികൊണ്ട് ഗജവസംഗം. രാജകീയ പ്രൗഢിയുടെ അവസാന വാക്കായ രാജാതിരാജൻ പാമ്പാടി രാജനോടൊപ്പം മൂടം കല്ലുങ്കൽ തറവാടിന്റെ അഭിമാനമായി നിലകൊള്ളുന്നവൻ. പകിട്ടാർന്ന പ്രൗഢിയിൽ തൃശ്ശിവ പേരൂരിന്റെ മടിത്തട്ടിൽ ആവോളം ആരാധകരെ ചേർത്ത ചരിത്രമുള്ളവൻ. പുതിയ തുടക്കങ്ങൾക്കും പുതുമയാർന്ന ആവേശങ്ങൾക്കും ഹൃദയനാഥനെ വണങ്ങി നാന്ദി കുറിക്കുവാൻ പതിവ് പോലെ വന്നെത്തുന്നു സുന്ദരൻ. പൂരങ്ങളുടെ പൂരത്തിന്റെ നാട്ടിൽ ആവോളം ഉത്സവങ്ങൾ കൂടി പേരുകേട്ടവൻ. ഉത്തമ സൗന്ദര്യങ്ങൾ നിറയുന്ന ഉത്സവ വേദികളിലും ഉത്രാളിക്കാവിലും താരമായവൻ. തിരുനക്കര പൂരത്തിന് തികമാർന്ന വരവേൽപ്പ് നൽകി ഒരു കൂട്ടം ജനത സ്വീകരിക്കുന്ന രാജകീയ പ്രൗഢി. ഇതാ ഇത്തവണ വടക്കുംനാഥൻ ആനയൂട്ടിൽ ആ സുന്ദരൻ അവതരിച്ചിരിക്കുന്നു. ത്രിലോക കേസരി പാമ്പാടി സുന്ദര. നിനക്കും നിന്റെ സാരഥിമാർക്കും വടക്കുംനാഥൻ ആനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ഒരുമയുടെ താരങ്ങളെ വരവേറ്റ് സ്വീകരിച്ച വടക്കുംനാഥ ഭൂമിയിലേക്ക് ഇനിയിത വന്നെത്തുകയാണ് വടക്കൻ മണ്ണിലെ മറ്റൊരു ഗജരാജൻ. തെക്കിന്റെ തട്ടക ഭൂമിയിൽ നിന്നും വടക്കൻ മലയാളത്തിലേക്ക് ചേക്കേറിയ തൊണ്ടൻ വരികയാണവൻ. ഗജരാജൻ ഒലയമ്പാടി ഗണപതി. കുട്ടി പാറമേക്കാവിനമ്മയുടെ ആരാമലുണ്ണി ഗജരാജകുമാരൻ പാറമേക്കാവ് കാശിനാഥൻ. അതെ, പൂരങ്ങളുടെ പൂരത്തിന്റെ ആരംഭത്തിന് നായകത്വം വഹിക്കുവാൻ ശ്രീ വടക്കുംനാഥന്റെ തണലിൽ വളരുന്ന ആൺകുട്ടി ശ്രീ പരമേശ്വരനും ശ്രീ പത്മനാഭനും ഒഴിച്ചിട്ട് മടങ്ങിയ പൂരനായകന്റെ സിംഹാസനത്തിലേക്ക് പാറമേക്കാവ് പട്ടാഭിഷേകം നടത്തിയ യുവരാജാവ്. ചെറുപ്രായത്തിന്റെ നിയോഗത്തിൽ ചെറുതല്ലാത്ത രാത്രി പൂരം നയിച്ച് വരവറിയിച്ച നായകൻ ഇവൻ. പാറമേക്കാവിലമ്മയുടെ വരുംകാല പൂരനായകൻ. തട്ടകപ്പെരുമയുടെ സിംഹാസനത്തിൽ രാജാതിരാജനായി വാഴുന്ന പൂരനായകൻ ഇതാ വന്നെത്തുകയായി. പാറമേക്കാവിന്റെ ഇളമുറ തമ്പുരാൻ വടക്കുംനാഥന്റെ മതിലകത്തെ ഇലക്കിമരച്ചോട്ടിൽ നാളെയുടെ നായകത്വം വഹിക്കേണ്ടുന്ന രാജകുമാരൻ സാക്ഷാൽ ഗജരാജകുമാരൻ പാറമേക്കാവ് കാശിനാഥനും സാരഥിമാർഗം. ആളുകൾ പിറന്ന മണ്ണിൽ നിന്നും കേരളത്തിന്റെ താരസൂര്യനായകനും പൂരപ്പെരുമ നിറയുന്ന തൃശൂരിന്റെ കുടമാറ്റ ഭൂമിയിൽ ആവേശം നിറയ്ക്കുവാൻ ഇനിയിത വന്നു ചേരുകയാണ് ഗജരാജൻ വേണാട് നീലകണ്ഠൻ. ആന കേരളത്തിന്റെ എണ്ണം പറഞ്ഞ ആൺകുട്ടികൾ വന്നു നിൽക്കുന്ന പൂരഭൂമിയിൽ ആനയൂട്ട് കൂടുവാൻ ഗജരാജൻ വേണാട് നീലകണ്ഠനും സാരഥിമാർക്കും സ്വാഗതം. 14 സ്വർണ്ണചന്ദ്ര കലകൾ ചാർത്തി അലങ്കാരം കൂടുന്ന വടക്കുംനാഥന്റെ മുന്നിലേക്ക് ഇനിയിത അക്ഷരനഗരിയുടെ ഉഗ്രപ്രതാപി, അക്ഷരം തെറ്റാത്ത ആവേശത്തിന്റെ ഗജപുരുഷനായ അക്ഷരനഗരിയുടെ നടുത്തളത്തിൽ വിരാജിക്കുന്നവൻ ത്രിലോക ചക്രവർത്തി കിരൺ നാരായണൻ കുട്ടി. വടക്കൻ മണക്കാടിന്റെ മടിത്തട്ടിൽ പിറവികൊണ്ട് വർഷസുന്ദര മലയാളത്തിന്റെ പൂരപ്പെരുമയ്ക്ക് അലങ്കാരം ചാർത്തുവാൻ കടന്നു വരുന്നവൻ. വാസിയുള്ള ആൺപിറപ്പുകളുടെ ആവേശപൂർവ്വം നെഞ്ചേറ്റിയ കോട്ടയം പട്ടണം ഇരുകയും നീട്ടി സ്വീകരിച്ച ഗജരാജ കില്ലാടി. ഒരു കാലത്ത് അക്ഷരനഗരിയുടെ നാമം ആന കേരളത്തിൽ അരിവരയിട്ട് ഉറപ്പിച്ച ആനത്തത്തിന്റെ ആനരൂപം ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെയും നിറസാന്നിധ്യമാകുമ്പോഴും ഉത്തമ സൗന്ദര്യത്തിന്റെ തീർപ്പുക തള്ളിൽ കരുതുന്നവൻ. ചരിത്രം വേറിട്ട സൗന്ദര്യത്തിന്റെ രാജകലകൾ കൂടി മലയാളക്കരയിൽ വിരാജിക്കുന്ന വീരനായകൻ ബ്രാഹ്മണി വീട്ടിൽ ഗോവിന്ദൻ കുട്ടി. ആര് കണ്ടാലും കൊതിക്കുന്ന വേറിട്ടഴകിന്റെ നേർരൂപമായി മലയാള മണ്ണിൽ വാഴുന്ന സൗന്ദര്യം കാലോടും ഓമല്ലൂരും ആരവങ്ങളെ സമ്മാനിക്കും.
ഭൂതകാലം അലങ്കരിച്ചവൻ, ഭാവഭേദങ്ങൾ മാറിമറിഞ്ഞ കാലത്തും ശാന്തതയുടെ നേരൂപമായി നിറനിറഞ്ഞവൻ, ഗജരാജൻ ബ്രാഹ്മണി വീട്ടിൽ ശോഭീകൻ കുട്ടിക്കും സാരഥിമാർക്കും വടക്കുന്നാഥനായൂരിലേക്ക് സ്വാഗതം. മണ്ണിൽ പറന്ന വീരന്മാർ വാദങ്ങൾ പെരുമയുടെ വടക്കിന്റെ കൃഷിയമ്മയായി